എൻ്റെ ഷീപ്രോ മല്ലു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ്. ഇന്ന് ഈ പ്രാവശ്യം ട്രാവൽ വീഡിയോസൊന്നുമില്ല, ഫുള്ളി ലോക്ക്ഡൗൺ ആണ്, വെതർ മോശമായി. അതുകൊണ്ട് സ്പെഷ്യലായിട്ടൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എളുപ്പത്തിൽ എങ്ങനെ ഒരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇന്ന് ഉദ്ഘാടനമാണ്. ഒരു മിക്സിയാണ്. കഴിഞ്ഞ വർഷം ഞാൻ ലുലു മാളിൽ നിന്ന് മേടിച്ചതാണ്. ഒരു ജൂലൈ സമയത്ത് ഒരു ഓഫർ ഉണ്ടായിരുന്നു, 24 hour ആ പ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഏകദേശം 3000 രൂപയ്ക്കാണ് ഈ മിക്സി മേടിച്ചത്. ഇതിൻ്റെ വില ശരിക്കും ഇതിൻ്റെ വില ശരിക്കും 4295 രൂപയാണ് ഈ മിക്സിയുടെ വില. ഫിലിക്സ് ആണ് മിക്സി. പക്ഷെ എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ മിക്സി ഭയങ്കര തിരക്കായിരുന്നു അന്ന് ലുലുമാളിൽ. ആ പ്രൈസ് സെൽ മിഡ്-നൈറ്റ് 12 o'clock ടു ഡേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നെക്സ്റ്റ് ഡേ 12 o'clock വരെയാണ്, മിഡ്-നൈറ്റ് വരെയാണ് ആ സെയിൽ, ആ പ്രൈസ് സെയിൽ. ഈ മിക്സി ഞാൻ 3000 രൂപയ്ക്ക് മേടിച്ചത്, ആ പ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ച് വളരെ സന്തോഷത്തോടെ വീട്ടിലെത്തി. പിറ്റേ ദിവസം എനിക്കൊരു ആവശ്യത്തിന് ലുലുമാളിൽ പോകേണ്ടി വന്നു. എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വീണ്ടും ആ ഷോപ്പിൽ കയറി, ഇലക്ട്രോണിക് ഷോപ്പിൽ കയറി. ഈ മിക്സിയുടെ വില നോക്കി കഴിഞ്ഞപ്പോൾ 2500 രൂപ. അപ്പോൾ ലുലുമാളായാലും ശരി, ആ പ്രൈസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ചാടിക്കയറി മേടിക്കാണ്ട് ഒന്ന് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അടുത്ത ഇതുപോലത്തെ ഷോപ്പുകളിൽ പോയി അതിൻ്റെ വില, ആക്ച്വൽ വില എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചെമ്മീൻ, ഞാൻ വരാപ്പുഴക്കാരനാണ്. ഈ കഴിഞ്ഞ വർഷം വരാപ്പുഴ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ചെമ്മീനാണ്. തല കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ ചെമ്മീൻ ചമ്മന്തി ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ ഇത് തേങ്ങ പീര, ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വേപ്പിലയാണ്. വൈഫൈസിൽ നിന്ന് ഒരുപാട് വേപ്പില കൊണ്ടുവന്നു. അത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ചെടുത്തു. ഉള്ളി വേണം, ഇഞ്ചി വേണം, എരിവിന് വേണ്ടി കുറച്ച് ഉണക്കമുളക് കുറച്ച് കൂടുതൽ വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം, പിന്നെ വാളംപുളി വേണം, പിന്നെ കോക്കനട്ട് ഓയിൽ. ഇവിടെ കിട്ടുന്ന കോക്കനട്ട് ഓയിലാണിത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ലൈറ്റായിട്ട് നമ്മുടെ അടുപ്പൊന്ന് ഓൺ ചെയ്യാം. എൻ്റെ പാത്രം വെച്ചിട്ട് ഈ ചെമ്മീൻ ഇതിലിട്ടിട്ട് ഒരു ഹാഫ് ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് ലൈറ്റായിട്ട് ചൂടാക്കി എടുക്കാം. ഇന്ന് ചിലക്കളി ഡ്യൂട്ടിക്ക് പോയി, ലോങ് ഡേ ആണ്. എനിക്കിത് നൈറ്റ് ഉണ്ട്. ചിലക്കളി അങ്കമാലി മാങ്ങാക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്നലെ ഉണ്ടാക്കിയിട്ടാണ് പോയത്. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഒന്ന് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഒന്ന് റെഡിയായെന്ന് അറിയാൻ വേണമെങ്കിൽ നമ്മളൊന്ന് ഒടിച്ച് നോക്കുക. ഒടിച്ച് നോക്കുമ്പോൾ രണ്ടായിട്ട് ഒടിയുകയാണെങ്കിൽ ഇത് ആയെന്ന് അർത്ഥം കേട്ടോ. അപ്പോൾ നമ്മൾ ഇച്ചിരി നേരം കൂടി ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പാത്രത്തിലോട്ട് പകർത്താം. അത് കഴിഞ്ഞിട്ട് ഉണക്കമുളകും വേപ്പിലയും കൂടി ഇതുപോലെ നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാം. റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉണക്കമുളക് ഇട്ടിട്ട് നമ്മൾ ചൂടാക്കി എടുക്കുക. ഉണക്കമുളക് ചൂടായിക്കൊണ്ടിരിക്കണുള്ളൂ.
ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് ഞാൻ തന്നെ കുക്ക് ചെയ്യുമ്പോൾ വളരെ പ്രയാസമുണ്ട്. വേപ്പില കുറച്ചിട്ടു. വേപ്പിലിട്ടിട്ട് വീണ്ടും ഒന്ന് നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുക. ഫ്രഷ് വേപ്പില കിട്ടിക്കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് കൂടും കേട്ടോ. ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിയുക. ഉള്ളിയും ഇഞ്ചിയും നമ്മൾ ഉള്ളിയും ഇഞ്ചി ആൻഡ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഉണക്കമുളകും വേപ്പില ഇട്ടിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിക്കാം. ഇനി അടുത്തത് ഇപ്പം നമ്മൾ ചെറിയ ഉള്ളിയും ഉണക്കമുളകും വേപ്പിലയും ഇഞ്ചിയും ഇതിലിട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒരു മിക്സിയിൽ അടിച്ചു. ഇനി അടുത്തത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പുളിയും പിന്നെ ഇതിൻ്റെ പകുതി പീര മതി. ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം. നമ്മളിപ്പോൾ ആദ്യം ഇഞ്ചിയും ചുവന്നുള്ളി ഉണക്കമുളക് വേപ്പില ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചു. ജസ്റ്റ് ഒരു കറക്കം. അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പീരയും പുളിയും ഉപ്പിട്ടു. ഒരു കറക്കം അടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെമ്മീൻ ഇടുകയാണ്. എന്നിട്ട് ജസ്റ്റ് കാരണം ഇത് ആദ്യം ഇതായി പോവില്ല, ഡ്രൈ അല്ലേ. അപ്പോൾ അരച്ച ചെമ്മീൻ ആണിത്, ചെമ്മീൻ ചമ്മന്തിയാണ്. ഇനി നമ്മളിത് ഈ പാത്രത്തിലോട്ട് പകർത്തിയിട്ട് ഇത് നമ്മുടെ വെളിച്ചെണ്ണ കട്ടയായിട്ടിരിക്കുകയാണ്. ഒരു ഡിഫ്രോസ്റ്റ് ചെയ്തിട്ട് വെളിച്ചെണ്ണ രൂപത്തിലാക്കിയിട്ട് ദ്രാവക രൂപത്തിലാക്കിയിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇത് പാത്രത്തിലാക്കി ചമ്മന്തി ഇങ്ങനെ ആയി. ഞാനൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ഡിഫ്രോസ്റ്റ് ചെയ്തെടുക്കട്ടെ. അത്ര ഒന്നും വേണ്ടട്ട, ജസ്റ്റ് ഒരു 10-20 സെക്കൻഡ് മതിയായിരിക്കും. തുറന്നു നോക്കാം. ഇപ്പോൾ കുറച്ച് വന്നിട്ടുണ്ട്. ഇച്ചിരിയും കൂടി അടിച്ചു നോക്കാം. വെളിച്ചെണ്ണ ആയിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഇതിൽ കുറച്ച് ഇങ്ങനെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് ഒരു ഉണ്ട പോലെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗിയായിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് സൈഡിൽ നിന്ന് എടുത്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെമ്മീൻ ചമ്മന്തി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള പുതുമയാർന്ന സിമ്പിളായ വീഡിയോകളുമായി ഞാൻ ഈ തണുപ്പ് കാലത്ത് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ.
ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വരാപ്പുഴക്കാരന ഞാനായതിൽ വളരെ സന്തോഷമുണ്ട്. ആ ചെമ്മീൻ, വരാപ്പുഴ ചെമ്മീൻ എന്ന് പറയുന്നത് നാച്ചുറലാണ്, അടിപൊളി.